ഓഫീസ് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു മോചനായിക്കോട്ടെ എന്ന് കരുതി. എല്ലാരും കംഫർട്ടാണല്ലോ അല്ലേ? അത് കുഴപ്പമില്ല. മമ്മി, അവനും അവളും ഒരു കാരണവശാലും എത്തില്ലല്ലോ. എത്താൻ ശ്രമിക്കും, പക്ഷെ അതിനു മുമ്പേ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കണം. ആനന്ദിന്റെ അടക്കം എല്ലാ ഫോണും സ്വിച്ച് ഓഫ് ആണ്. അവനൊരു കോള് പോലും ചെയ്യാൻ പറ്റില്ല. ഗ്രേറ്റ് മമ്മി. കളിക്കുന്നത് പത്മയോടാണെന്ന് ഇന്ന് അവന് ബോധ്യപ്പെടും. എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിന്റെ ലാപ്ടോപ്പ് എടുത്തുണ്ടോ? കണക്ട് എടുത്തുണ്ടോ? ചെല്ല്, ഞാൻ പറയുന്നത് കേൾക്ക. പോ, ചെല്ല്. ഓ, സാറിന്റെ ടെൻഷൻ കാണുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്. എന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കണമെന്ന് സാർ എന്തിനാ ഈ വാശി കാണിക്കുന്നത്? ഇതുവരെ ബോർഡ് മീറ്റിംഗ് ഒക്കെ നടന്നിട്ടുണ്ടല്ലോ, അപ്പോഴൊന്നും ഞാനിതിലില്ലായിരുന്നല്ലോ സാർ. നന്ദിനി, ഞാൻ നിൽക്കുന്ന അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ ഇത് കരുതി കൂട്ടി ചെയ്ത് ചതിയാ. അതിനിപ്പോ ഞാൻ കീഴടങ്ങി കൊടുത്താലേ എന്നേക്കും വേണ്ടി ഞാൻ തോറ്റുപോയെന്നാണ് അതിനർത്ഥം. അതിനെനിക്ക് പറ്റത്തില്ല. പത്മാമേടത്തിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തിരിക്കും. കണ്ടോ സൂര്യ? ആ വിവേക്, ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യും. മിക്കവാറും മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സൂര്യ, കണക്ടറാ? ഓക്കെ, ഞാനേ ആനന്ദിനെ വിളിക്കാം. ആനന്ദിന്റെ ഫോണിൽ വീഡിയോ കോൾ കണക്ട് ചെയ്യാം. ബോർഡ് മീറ്റിംഗിന് നന്ദിനി ഓൺലൈനിൽ പങ്കെടുക്കും. ആ ഐഡിയ കൊള്ളാം. എന്തു പറ്റി? ആനന്ദിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. വേറെ മാർഗമില്ല, അമ്മയുടെ ഫോണിൽ തന്നെ വിളിക്കാം. അതും സ്വിച്ച് ഓഫാ. സൂര്യ, ആ അളിയന്റെ ഫോണിൽ വിളിച്ചു നോക്കാം. ഓൾ ഫോൺ സ്വിച്ച് ഓഫ്. ഞാനത് ചെയ്യുമെന്ന് അമ്മ മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ സംഭവിച്ചത്? വിവേക്, സാർ എന്തിനാ ഇത്രയും ടെൻഷൻ ആവുന്നത്? ആ മീറ്റിംഗ് അവിടെ കഴിയുന്നോണ്ട് എന്താ കുഴപ്പം? ഒന്നും മിണ്ടാതിരിക്കുന്ന നന്ദിനി, അവൻ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുക. അവിടെ ഏതെങ്കിലും ഒരു ഫോണ് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സൂര്യ മറികടക്കുമായിരുന്നു.
ഞാൻ ഫോൺ എടുത്തിട്ടില്ല. എന്റെ ഫോൺ വീട്ടിൽ അടുക്കളയിലാ ഇരിക്കുന്നെ, രാജുവേട്ടന്റെ അടുത്ത്. താനിപ്പോ എന്താ പറഞ്ഞേ? തന്റെ ഫോൺ എവിടെ ഇരിക്കുന്നേ? അവിടെ അടുക്കളയിലുണ്ട് സർ. ഓ ഗോഡ്, രാജുവിനെ വിളിക്കാം. വിളിക്കേ.